അതുപോലെ തന്നെ ഭക്ഷണത്തിനുമുള്ള സമയമാണ് ഈ സെഷന് ശേഷം. അതുകൊണ്ട് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഓരോരുത്തർ എഴുന്നേൽക്കാവൂ എന്ന് അറിയിക്കുന്നു. അടുത്ത ചോദ്യത്തിനുള്ള അവസരമാണിത്. മൈക്ക് കൈമാറാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് സാജിദ് തിരുവങ്ങാടി. സലഫിയത്താണ് സകല പ്രശ്നങ്ങളുടെയും പരിഹാരം എന്നുള്ളത് വളരെ വ്യക്തമായി ഇവിടെ അവതരിപ്പിച്ചു. സമകാലിക സമൂഹത്തിൽ പലരും പങ്കെടുത്തിട്ടുള്ള ലഹരി, അതിൻ്റെ അപകടങ്ങളും എല്ലാം ഇവിടെ വിശദീകരിച്ചു. എനിക്കൊരു സംശയം, ഈ ലഹരി പോലെ തന്നെ സമൂഹത്തിൽ വളരെ ഗൗരവത്തോടു കൂടി നാം പറയേണ്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ശിർക്ക് കടന്നു വരുന്ന വഴികൾ എന്നത്. അൽഹംദുലില്ലാ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള, ഞാൻ 12 വർഷമായിട്ട് മുസ്ലിം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന വിചാര പ്രസ്ഥാനത്തിൽ നിന്ന് വിശ്വാസപരമായ വ്യതിയാനം സംഭവിച്ചതുകൊണ്ടും കർമാനുഷ്ഠാനങ്ങൾ സംഭവിച്ച വ്യതിയാനത്തിൻ്റെ ഭാഗമാണ് കേരള ജമിയത്തുലമയുടെ സർക്കുലർ അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ കൂടെ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ 12 വർഷം പ്രവർത്തിച്ച ഒരാളാണ്. അവരുടെ മനഹജ് സ്ഥലത്തിൻ്റെ പ്രാധാന്യം നാം പറയുന്നത് പോലെ തന്നെ ആയിരക്കണക്കിന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നും പോയ വിശുദ്ധന്മാർക്കും ഞങ്ങളെ പോലെയുള്ള പ്രബോധകന്മാർക്കുമൊക്കെ ഈ വിശുദ്ധത്തിൻ്റെ പണ്ഡിതന്മാർ നമ്മൾ പറയുന്നത് ഇതുപോലെയുള്ള മനഹജ് സ്ഥലത്ത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം അതിൽ ഒരുപാട് കുഫറും വസീലത്ത് ശുദ്ധികളും ഹറാമുകളും ബാത്തിലുകളും വിശ്വാസരംഗത്തും അതുപോലെ തന്നെ രോഗശമന പ്രാർത്ഥന എന്ന് പറയുന്ന ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തായ കർമ്മത്തിന്റെ മറവിൽ നടന്ന ഒരു മന്ത്രവാദ സംബന്ധമായ റുഖ്യയുടെ മറവിലെ മന്ത്രവാദ സംബന്ധമായ വിഷയങ്ങളിലേക്കൊക്കെ വളരെ പിഴച്ച അപകടങ്ങളിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ഇത് എത്തിപ്പെട്ടത് ഈ മനഹജ് സലഫ് ഇവരുടെ ക്ലാസ്സുകളിൽ നിന്ന് കേട്ട് ഇവർ ആധുനിക സലഫികളുടെ കിതാബുകളിലേക്ക് മെമ്പൊടിയായി ചേർത്ത് പറഞ്ഞു തന്നെ പഠിപ്പിച്ചു. ഞങ്ങളൊക്കെ വിശ്വാസരംഗത്തും ഈ പറഞ്ഞ വിദ്യാഭ്യാസ വിഷയത്തിലൊക്കെ എന്നെ പോലെയും അനവധി ആളുകൾ പഠിച്ചത് മാത്രമല്ല, ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വന്നിരുന്ന ആളുകൾ പോലും ഞങ്ങളിൽ നിന്ന് ഈ തരത്തിൽ അബദ്ധം കേട്ട് അത് വിശ്വസിക്കുന്ന 10,000-കണക്കിന് വിശുദ്ധത്തിന്റെ കുടുംബങ്ങൾ ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇവർ ഈ സലഫി മനഹജ് പറയുമ്പോൾ ഞങ്ങൾ പഠിപ്പിച്ചെന്ന ഈ ആധുനിക പണ്ഡിതന്മാരുടെ ഒരു മാർഗവും കൂട്ടിയിട്ടാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഒറിജിനൽ സലഫി മനഹജ്. അതല്ല നാം പറഞ്ഞ എന്ന് പറയുന്ന അതാണോ? കാരണം പല ആളുകളും ഇവരുടെ വേഷഭൂഷണങ്ങളും പ്രഭാഷണങ്ങളും ഇതുപോലെയുള്ള സംഗതികളും ഇത് കണ്ടിട്ട് ആകട്ടതായി വളരെയധികം അപകടത്തിലേക്ക് എത്തുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. അതിന് തിരിച്ചു മടങ്ങി ഞാൻ കേരള ജമിയത്തുലമയുടെ തീരുമാനത്തിലേക്ക്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആളുകൾ തിരിച്ചു മടങ്ങണം. അപ്പൊ എന്താണ് ഈ പ്രശ്നം? ഇതിന്റെ രണ്ട് നമ്മളെ മാറ്റമില്ല. നമ്മൾ പറയുന്ന സർവീസ് അവർ സർവീസ് ഇതിന്റെ വ്യത്യാസം വിശദീകരിച്ചു കൊടുക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞാണ് അല്ലാഹു തേൻ അവതരിപ്പിച്ചിട്ടുണ്ട്. തേനിൽ ശിഫയുണ്ട്, തേനിൽ ശിഫയുണ്ട്. ഇത് ആയത്ത് പഠിച്ചിട്ട് നമ്മൾ റോഡും ഇറങ്ങിയപ്പോൾ ശുദ്ധമായ തേൻ എന്ന് പറഞ്ഞൊരു കുപ്പിക്കകത്ത് ഒരാളിങ്ങനെ ഒരു ലാടവൈദ്യന്റെ കോലൊക്കെ സ്വീകരിച്ചിട്ട് തേൻ വിൽക്കാൻ ഇരിക്കുകയാണ്. അങ്ങനെ തേൻ വാങ്ങി വീട്ടിൽ ചെന്ന് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് ഷുഗർ അങ്ങോട്ട് ഹൈപ്പർ മനസ്സിലായില്ല. സംഗതി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അത് ശർക്കര കലക്കിയ വെള്ളമായിരുന്നു. ഈ ശർക്കര കലക്കിയ വെള്ളത്തിന് തേൻ എന്ന് പേരിട്ടത് എന്തിനാണ്? അത് കച്ചവടം ചെയ്യാനാണ്. ശർക്കര വെള്ളത്തിന് തേനെന്ന് പേരിട്ടത് ഈ വ്യാജൻ അല്ലെങ്കിൽ വ്യാജ വൈദ്യന് അദ്ദേഹം അത് വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. ആ ഒരു വ്യാജ വൈദ്യൻ തേൻ ഈ രൂപത്തിൽ ശർക്കര വെള്ളത്തിലിട്ട് കലക്കിയത് കൊണ്ട് തേൻ എന്ന് പറയുന്ന സംഗതി ഇല്ലാതാവും. ഒറിജിനൽ തേൻ ഉണ്ടല്ലോ, അതുണ്ട്, അതിൻ്റെ അടുത്ത് പോയാൽ കിട്ടും. ഇതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ വിസ്ഡം എന്ന് പറഞ്ഞാൽ സലഫി എന്ന പേര് ഉപയോഗിക്കാൻ ഒരു അർഹതയും ഇല്ലാത്ത ഒരു വർഗമാണ്. അത് ദേഷ്യം കൊണ്ട് പറയുന്നതോ അവർ നമുക്ക് വേണ്ടാത്ത മാറ്റി നിർത്തേണ്ട ആളുകൾ അങ്ങനൊന്നുമല്ല. അവർ അസ്ലി അതാണ്. എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം മതിയാണ്. ഒറ്റ കാര്യം അതെന്താന്ന് ചോദിച്ചാൽ സൂറത്തുൽ അൻആമിലെ ആയത്തിനെ അവർ ദുർവ്യാഖ്യാനിച്ചു. കൊട്ടപ്പുറത്ത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വസ്അൽ മൻ അർസൽന എന്ന ആയത്തോതി മരിച്ചവരോട് മനുഷ്യർ നടത്തുന്ന സഹായതേട്ടം ശിർക്കല്ല എന്ന് സമർത്ഥിക്കാൻ ആയത്തോതിയത് പോലെ
നമുക്കറിയാം എവിടെയാണല്ലോ, കോഴിച്ചിലാണല്ലോ ഓതിയത്. എന്ത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് മനുഷ്യർ നടത്തുന്ന സഹായ നേട്ടത്തിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് അള്ളാഹു അവന്റെ കലാമായ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ പറഞ്ഞിട്ടുണ്ട് എന്ന പച്ചപ്പൊള്ള് ഇവര് വിളിച്ചു. അത് അവിടെ നിർത്തിയില്ല. അതിന് സലഫി മനഹജ് ഉണ്ടാക്കാൻ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും. നമ്മൾ സലഫി മനഹജുള്ള ആളുകളെ ചോദിക്കും, സലഫികൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ എന്ത് ചെയ്തു? അതിനുവേണ്ടി മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു പച്ച നുണ വെച്ചു കാച്ചി. ഇത് ഏതെങ്കിലും കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇമാം ഖുർത്തുബിയുടെ പേരിൽ ഉടൻ തന്നെ ഒരു കളവ് അങ്ങോട്ട് മുട്ടിച്ചു. ഇത്രയും ഒരാൾ ചെയ്താൽ, ഒരു സമൂഹം ചെയ്താൽ, അവൻ എങ്ങനെ സലഫിയാവാ? സലഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സലഫു സാലിഹ് സ്വഹാബത്ത്, അവർക്ക് അല്ലാഹ് ഒരു കാര്യം പറഞ്ഞാൽ സമിഅനാ വഅതഅനാ എന്നത് അവർക്ക് ഉറപ്പണച്ചിട്ടാണ്. അതാണ് അവരുടെ നിലപാട്. ആ ലേബലൊട്ടിച്ച് കള്ളത്തേൻ വിൽക്കാൻ വേണ്ടിയിട്ട് ശർക്കര ഇളക്കിയ പാനീയവും കൊണ്ട് ഈ കള്ളക്കച്ചവടക്കാരൻ വന്നതുപോലെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ച് അതിന്റെ അടിത്തറയിൽ അസ്ഥിവാരം പടുത്തിർത്തിയ ഒരു പ്രസ്ഥാനത്തിന്റെ പേരാ വിസ്റ്റം എന്ന് ഞാൻ മൈക്കിലൂടെ പ്രസംഗിക്കണം. ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് പുറത്തു വരുമെന്ന് എനിക്കറിയാം. ഒരൊറ്റ വിസ്റ്റംകാരൻ ഇതിനെ ചോദ്യം ചെയ്യാൻ ധൈര്യത്തോടെ എഴുന്നേറ്റിക്കൊന്ന് നോക്കും. ഈ ആയത്ത് അങ്ങനെ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഞങ്ങൾ കളവ് പറഞ്ഞിട്ടില്ല. ഇമാം ഖുർത്തുബിയുടെ പേരിൽ ഞങ്ങൾ അപവാദം പറഞ്ഞിട്ടില്ല എന്ന് ധൈര്യമുള്ള ഒരുത്തൻ എഴുന്നേറ്റ് നിൽക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കാരണം ആ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ടെന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളതെന്നും എന്നെക്കാളും അറിയാം. ആർക്ക് അത് ചെയ്ത വിഷ്ടംകാരൻ. ഈ ഒരു ഖുർആനെ ദുർവ്യാഖ്യാനിച്ചവന് സലഫി എന്ന് പേരിട്ടാല് ആ ലാടവൈദ്യനെ ഓർത്താ പോരെ. ഏത് കള്ളത്തെ നിൽക്കാൻ വന്ന ലാടവൈദ്യൻ അവൻ സലഫിന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് അവന്റെ കച്ചവടം വിജയിപ്പിക്കാനാ. അഥവാ കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനം. ഏത് തരത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. വന്നാൽ ഖുർആൻ കൊണ്ട് സുന്നത്ത് കൊണ്ട് അതിനെ തിരുത്താനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും കഴിവുള്ള ഒരു പ്രസ്ഥാനം. നാളെ വരെ ചരിത്രം അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. തവളയെ കൊല്ലാൻ പറ്റൂലേ? പഴയ സൈട്ടുമാർ തവളയെ എക്സ്പോർട്ട് ചെയ്തു, തവളയിറച്ചി. അപ്പോൾ കുറെ ആളുകൾ തവളയിറച്ചി എക്സ്പോർട്ട് ചെയ്തതിനെ അനുകൂലിച്ചു. തവളയിറച്ചി എക്സ്പോർട്ട് ചെയ്തു, നല്ല പൈസ ഉണ്ടാവും. സൈട്ടുമാരെ നടത്തിയിരുന്നത് കൊണ്ട് ചിലർ പറഞ്ഞു ഹറാമാണ്, നിഷിദ്ധമാണ്. അപ്പൊ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ചർച്ചയും ഖുർആന്റെയും സുന്നത്തിന്റെയും കീഴിൽ വന്നാൽ അതിന് പരിഹാരമായി. ഇതുപോലെ അവിടെ മുതൽ ഒരുപാട് വിഷയങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളിൽ ആളുകൾ ഏതെങ്കിലും പണ്ഡിതൻ വന്നൊരു അഭിപ്രായം പറഞ്ഞാൽ ഉണ്ടാവും. ഉമർ മൗലവിയും അതുപോലെ തന്നെ നമുക്കറിയാം MCC മൗലവിയുമായി നടത്തിയ സംവാദം. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ നിർബന്ധമാണെന്ന് MCC ഇല്ല എന്ന് ഉമർ മൗലവി. ഖണ്ഡനം നടന്നത് അൽമനാറിൽ നടന്നില്ലേ? നടന്നു. അതിന്റെ കൃത്യമായ വിവരങ്ങൾ ഖുർആന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ചു. ഒരാൾ വന്ന് പറയുമ്പോൾ, ഒരു മൗലവി വന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്ന നിലപാടില്ല. അവിടെ മാറ്റുരക്കും നമ്മള്, സ്ക്രീൻ ചെയ്യും നമ്മള്. അതിനൊരു സംവിധാനമുണ്ട് നമുക്ക്. അതുകൊണ്ട് ഇതിലില്ലാത്തത് ആര് കൊണ്ടുവന്നാലും കൃത്യമായി അത് പ്രൂവ് ചെയ്ത് വേർതിരിക്കുവാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലുണ്ട്. അതാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. അപ്പൊ സ്വാഭാവികമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളവരും അഭിപ്രായമുള്ളവരും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കൃത്യമായ പ്രമാണബന്ധിതമായി മാറ്റുരച്ച് നിലപാട് പറയും. അതാണ് ജിന്ന് വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്, കേനം പറഞ്ഞത്. അവിടെ നിഷേധിക്കുന്ന ആളുകൾ, പറ്റ നിഷേധിക്കുന്ന ആളുകൾ, മുഅ്തസിലി വാദങ്ങൾ പേർന്ന ആളുകൾ അവരുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിന് വിട്ട് നമ്മുടെ ബാബിലോണിയൻ സിഹറിലേക്ക് പോയ ആൾക്കാരുണ്ട്. ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിലെ ബാബിലോണിയൻ സിഹർ, ആ സിഹറൊക്കെയാണ് നേരത്തെ ഇപ്പൊ പറഞ്ഞു മന്നാജായി അവതരിപ്പിച്ചത്. ബാബിലോണിയൻ സിഹർ, കൊടും സിഹർ എന്നുവെച്ചാൽ അവര് പോലെ അത്ഭുതപ്പെട്ടു. ഈ ജാതി സിഹറൊക്കെ ഉണ്ടോ ഇത് കണ്ടുപിടിച്ച ആൾക്കാർ തന്നെ അത്ഭുതപ്പെട്ടു. ആ ജാതിയാണ് പിന്നീട് വിസ്റ്റംകാർ കൊണ്ടുവന്ന സിഹറും മറ്റു ഇടപാടുകളൊക്കെ. ബാബിലോണിയൻ സിഹറിലേക്ക് ഒരു സംഘം ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് വേറൊരു സംഘം. ഇവിടൊക്കെ മുത്തവസിത്താണ് മുജാഹിദ് പ്രസ്ഥാനം. കരിച്ച് പ്രമാണം എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുക എന്നുള്ളതാണ്. ആ വരച്ചിട്ട് കൊടുത്തു മുജാഹിദ് പ്രസ്ഥാനം. അപ്പോഴാണ് ഒരു ഭാഗം അപ്പുറത്തേക്ക് പോയത്, ഒരു ഭാഗം ഇപ്പുറത്തേക്കും പോയത്.
ആ വരയിലാണ്, ആ ലൈനിലാണ്, ആ ഗൈഡൻസിലാണ് ഒരു ഭാഗം അപ്പുറത്തേക്ക് പോയത്. ഒന്ന് അതിരുവിട്ട വഴിയിലേക്ക് പോയി, അതാ ഇഷ്ടം. ആ അതിരുവിട്ടതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവൽ, ഏറ്റവും എക്സ്ട്രീം ലെവലാണ് ആയത്തിൽ കൈവെക്കുക. അത് ജൂതൻ ചെയ്ത പണിയാണ്. പ്രമാണങ്ങളിൽ കൈവെക്കുക ജൂതൻ ചെയ്ത പണിയാണ്. തൗറാത്തിൽ കൈവെക്കുക ജൂതൻ ചെയ്ത പണിയാണ്. യുഹരിഫൂനൽ കലിമ അൻ മവാദിഇഹി, വാക്കുകൾ അതിന്റെ യഥാർത്ഥമായ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ മാറ്റി പ്രയോഗിക്കുക. അത് യഹൂദികൾ ചെയ്ത പണിയാണ്. അത് ചെയ്തു. അള്ളാന്റെ ആയത്ത് ശിർക്കിന് വേണ്ടി ദലീലായി ഉദ്ധരിച്ചു. എന്താ ശിർക്ക്? അതെ, മനുഷ്യരെ സംബന്ധിച്ച് അഭൗതികവും അദൃശ്യവുമായ ജിന്നുകളോട് മനുഷ്യർ നടത്തുന്ന സഹായതേട്ടത്തിൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് അള്ളാഹു അവന്റെ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ പറഞ്ഞു എന്ന് പറഞ്ഞതോടെ പ്രമാണം, അഥവാ നമുക്കറിയാം ഒരാൾക്ക് ഭ്രാന്തായാൽ ചങ്ങലക്കിടാം. ചങ്ങലക്ക് ഭ്രാന്തായാലോ? ഈ ഭ്രാന്തന്മാരെ ഇടയാണ് ചങ്ങലക്ക് ഭ്രാന്തായാൽ എന്താ ചെയ്യുക? കുറുന്തോട്ടിക്ക് വാദം വന്നാൽ എന്താ ചെയ്യുക? അപ്പൊ തെളിവ് തന്നെ ഈ രൂപത്തിൽ അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകും. അപ്പൊ ഇത് ചെയ്തതോടുകൂടി തന്നെയും അതല്ലാത്ത നിലക്കുണ്ട്. പക്ഷെ പ്രകടമായി ഈ മൻഹജു സലഫിന്റെ മനഹജിൽ നിന്ന് മാറി ബിദ്അത്തുൽ ദലാലത്തുകളുടെ വഴി തേടി അങ്ങനെ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ച് ഖുറാഫാത്തിനും ശിർക്കിനും തെളിവുണ്ടാക്കിയതോടുകൂടി തന്നെ യഥാർത്ഥമായ മനഹജിൽ നിന്ന് തിരിച്ചവരാണ് യഥാർത്ഥത്തിൽ ഇഷ്ടം വിഭാഗം എന്നുള്ളത് 100% ഉറപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് നിന്നാണ് ഞാൻ പറയുന്നത്, വിശുദ്ധ ഖുർആന്റെ ആയത്തിന് വ്യാജ അർത്ഥം പറഞ്ഞു എന്ന് മാത്രമല്ല, അത് ദുർവ്യാഖ്യാനിച്ചു എന്ന് മാത്രമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇമാം ഖുർത്തുബിയുടെ പേരിൽ കളവ് പറഞ്ഞു എന്ന് ഞാനിപ്പോ പരസ്യമായി പ്രസംഗിച്ചാൽ നമുക്കറിയാം ഏത് വിഷയം വന്നാലും ചാടി വീഴുന്ന ഒരു ഇഷ്ടംകാരൻ. നിങ്ങൾ തൊടുവ് നോക്കിക്കോളി. ഞാൻ സമയം തരാം, ഒരു 6 മാസം ഇരിക്കട്ടെ. 6 മാസത്തിനുള്ളിൽ എങ്കിൽ ഞങ്ങൾ ശരിയാക്കി തരാം, ഞങ്ങൾ ഇപ്പൊ തെളിയിച്ചു തരാം, ഞങ്ങൾ ഹക്കിന്റെ ആളുകളാണ്, ഞങ്ങൾ അങ്ങനെ ഒരു ആയത്തും ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. ഇബ്നു അബ്ബാസ് അങ്ങനെ തന്നെയാ പറഞ്ഞത്, നിനക്കും തെളിയിച്ചു നോക്കട്ടെ. സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സലഫി മനസ്സിൽ പറഞ്ഞ മറ്റേ തേങ്കാന്റെ സ്റ്റിക്കർ പോലെ അല്ല, അസ്ലി വേണം. അതെല്ലാത്തിലും ഉണ്ട്, അസ്ലി ഉണ്ട്. മനസ്സിലായോ? കഴിഞ്ഞ ദിവസവും ഒരാൾ വന്നിട്ട് പറഞ്ഞു എന്റെ റാഡ് കഴിഞ്ഞു, കഴിഞ്ഞ പള്ളിയിൽ വന്നിട്ട് എന്റെ റാഡ് കളഞ്ഞു പോയി. ഞാൻ നോക്കിയപ്പോൾ ഇയാൾക്ക് ഒരു പ്രയാസമില്ല. പറഞ്ഞു റാഡ് കളഞ്ഞു പോയിട്ട് ഒരു വിഷമില്ലായിരിക്കണം. അപ്പൊ പറഞ്ഞു ഞാനിവിടെ തിരിഞ്ഞു മാർക്കറ്റിൽ വാങ്ങിയതാണെന്ന് പറഞ്ഞു. അപ്പൊ അത് മറ്റേ സെക്കൻഡാണ്. അപ്പൊ ഏതൊരു കാര്യത്തിനും ഉണ്ടാവും. അപ്പൊ ഇവരെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് ഫസ്റ്റ് ആക്കാൻ വേണ്ടി സലഫി സ്റ്റിക്കർ ഒട്ടിക്കലാണ്. സ്റ്റിക്കർ ഒട്ടിച്ചാൽ സലഫി ആവില്ല, സലഫി ആവുക തന്നെ വേണം എന്നാണ്. കുൻ സലഫിയൻ, യഥാർത്ഥ സലഫി ആവുക തന്നെ വേണം. അതിലേക്ക് എന്നുള്ള വഴിയാണ് നമ്മൾ കാണേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ